നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യ പ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലാലാജി മഹാരാജിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാരഗ്രാഫിൽ ലാലാജി മഹാരാജ് പറയുന്നു, ടു ഫ്രീ ourselves ഫ്രം ആംഗർ we should think ourselves to be polite and humble. Nay, we should try to make ourselves such that the same color enters each and every part of the body. A cool and calm disposition alone is required for spirituality. The heart is so tender that it begins to droop even by the slightest circulation of wind. നമ്മൾ ഹാർട്ട് എന്നുള്ള പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ശരീരം, മനസ്സ് പ്രവർത്തിക്കുന്ന ബോധതലം. അത് വലിയ സ്പെക്ട്രമാണ്. അപ്പൊ ക്രമേണ ഈഗോ എന്നുള്ള ഈ ഡൂവർ എക്സ്പാൻഡ് ചെയ്തിട്ട് പ്രപഞ്ചങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന തരത്തിലായിരിക്കണം. നമ്മൾ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് അതാണ്, എല്ലാം ഉൾക്കൊള്ളുന്ന ആ പൂർണ്ണത, അത്രയും കോൺസെൻട്രേറ്റഡ് എസൻസ്. അപ്പോൾ അത് ഒരു ബിന്ദു എന്നൊക്കെ സങ്കല്പിക്കുന്നത് നമ്മുടെ ഈ അറിവ് കൊണ്ടാണ്. ഇൻഫിനിറ്റി, ചാരിജി മഹാരാജ് പറയുന്നത് ഇൻഫിനിറ്റി ക്യാൻ ബി ഇൻഫിനിറ്റി ബിഗ് ഓർ ഇൻഫിനിറ്റി സ്മോൾ. ഇൻഫിനിറ്റിക്ക് ബിഗും സ്മോൾ എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ഇൻഫിനിറ്റി ഈസ് ഇൻഫിനിറ്റി എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞത്. നമുക്കത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം. ആ ഇൻഫിനിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏറ്റവും ഉയർന്ന ആ സ്റ്റേറ്റ്, സിംഗുലാരിറ്റി. അങ്ങനെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് പൂർണ്ണതയുമായിട്ട് മെർജ് ചെയ്യാൻ സാധിക്കും. ദാജി പറയുന്നുണ്ട്,
വെള്ളവും എണ്ണയും തമ്മിൽ മിക്സ് ചെയ്യാണ്. അത് അതേ ഡയമെൻഷനിലേക്ക് എത്തണം. നമുക്ക് ഒരു വൈബ്രേഷൻ നമുക്ക് ലഭിക്കണമെന്നില്ല, അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മീഡിയം വേണം. ചെവിയിലൂടെ ശബ്ദം മാത്രമേ കേൾക്കാൻ സാധിക്കൂ, കാണാൻ പറ്റില്ല. കണ്ണിലൂടെ കാഴ്ച കാണും, കേൾക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ്, ഇന്ദ്രിയങ്ങളുടെ സമ്മേഷൻ, പ്രപഞ്ചങ്ങളുടെ മുഴുവൻ അറിവ് ഉൾക്കൊള്ളുന്ന സ്റ്റേറ്റ്. ഏത് തലത്തിലേക്കും, ഏത് വൈബ്രേറ്റ് തലത്തിലേക്കും എത്തിച്ചേരാനും പ്രവർത്തിക്കാനും, എന്നാൽ അതിലൊന്നും ഇൻവോൾവ് ആവാതിരിക്കുന്ന ഒരു സ്റ്റേറ്റ്, അകർമ്മം എന്നൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സിംഗുലാരിറ്റി എന്ന്. അപ്പൊ ഈ പ്രപഞ്ചത്തിലെ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടെങ്കിൽ ആ ചലനം ഉണ്ടാവുന്നത് ആ സിംഗുലാരിറ്റി. അപ്പൊ അങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഹൃദയത്തിൽ അതിന്റെ സ്പന്ദനം ഉണ്ടാവും. ഒരു ഇല വീണാലും അത് ഈശ്വരൻ അറിയും എന്നാണ് പറയുന്നത്. ഈശ്വരൻ അറിയാതെ ഒരു ഇല വീഴില്ല. ഇവിടെ എന്ത് ചലനം ഉണ്ടാവുന്നത്? കാരണം ആ തത്വം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്, എല്ലാം അറിവ് ഉൾക്കൊള്ളുന്നതാണ്. ആ സ്റ്റേറ്റിലേക്ക് വരാനാണ് നമ്മൾ ഈ ആധ്യാത്മിക യാത്ര നടത്തുന്നത്. ഇപ്പൊ ലാലാജി മഹാരാജ് പറയുന്നുണ്ട്, ദേഷ്യം ഇതിനൊരു തടസ്സമാണ് എന്ന് പറയുന്നത്. ദേഷ്യം എന്നത് നമ്മുടെ അഹംബോധത്തെയാണ് കാണിക്കുന്നത്, ഈഗോന്റെ പ്രകടനത്തെയാണ് കാണിക്കുന്നത്, സെപ്പറേഷനെയാണ് കാണിക്കുന്നത്, അതർനെസ്സിനെയാണ് കാണിക്കുന്നത്. ആ ദേഷ്യത്തെ നമ്മൾ സ്നേഹമായി പരിവർത്തനം ചെയ്യുന്നു. സഹജമാർഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹാർട്ട് റീജിയനിലെ അഗ്നിചക്രം, തേർഡ് ചക്ര, അത് ആങ്കറിന്റെയും സ്നേഹത്തിന്റെയും തമ്മിലുള്ളൊരു ബാലൻസ് ആണ്. നമ്മുടെ ഉള്ളിലുള്ള പാഷൻസ്, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം, അതിൻ്റെ ഒരു പാഷൻ ഉണ്ട്. അതുണ്ടാവുന്നത് ഈ ആങ്കറിന്റെ, അഗ്നിയുടെ പ്രകടനമാണ് പാഷൻ. നമ്മൾ എന്തിനെങ്കിലും ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്യുമ്പോൾ, പാഷനേറ്റ് ആകുമ്പോൾ, ആ പാഷൻ നമ്മളെ ഉയർത്തുന്നതായിരിക്കും, താഴ്ത്തുന്നതായിരിക്കും. പാഷനേറ്റ് ആയി ചെയ്യുന്ന പാഷൻ എന്നെ ഉള്ളിൽ എക്സ്പാൻഷൻ കൊണ്ടുവരണം, എന്റെ ക്രിയേറ്റീവ് ടാലൻസിനെ എക്സ്പാൻഡ് ചെയ്യണം. അല്ലാതെ സൃഷ്ടിയിലേക്ക് അട്രാക്ട് ചെയ്ത് സൃഷ്ടി മാത്രം ഫോക്കസ് ചെയ്താകുമ്പോൾ നമ്മൾ ഫെയിൽ ചെയ്യുന്നു. മിക്ക കലാകാരന്മാർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് സൃഷ്ടിയാണ് പ്രാധാന്യം, സൃഷ്ടാവിന് പ്രാധാന്യം കൊടുക്കാതെ മാറുന്നു. സൃഷ്ടാവ് ഏത് തലത്തിലേക്ക് എത്തി, ഞാൻ എവിടെ എത്തി, ഈ സൃഷ്ടിയിലൂടെ ഞാൻ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്, സൃഷ്ടി കടന്നുപോയി കഴിഞ്ഞു, അത് ട്രാൻസെൻഡ് ചെയ്തിട്ട് നമ്മൾ സ്നേഹത്തിലേക്ക് വരണം. അപ്പൊ ഈ പാഷനേറ്റ് സ്വഭാവം യഥാർത്ഥത്തിൽ ഉള്ളിൽ സ്നേഹം വളർത്തണം, കമ്പാഷൻ വളർത്തണം എന്നാണ് നമ്മുടെ മാസ്റ്റർ പറയുന്നത്. കമ്പാഷൻ എന്ന ഉദാരത, ഉള്ളിൽ നിന്നും ആ സ്നേഹം ഒഴുകുന്ന സ്റ്റേറ്റിലേക്ക് എത്തിച്ചേരുക. അവിടെയാണ് നമ്മുടെ തപസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഉള്ളിലുള്ള സ്വാർത്ഥ തലങ്ങളെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ചെയ്തിട്ട് അതിനെ കൂൾ ആൻഡ് കാം ഡിസ്പോസിഷനാക്കി മാറ്റുന്നു. തപസ് നമ്മുടെ ഉള്ളിൽ ഒരു കൂൾനെസ്, ഒരു ജെന്റിൽനെസ് കൊണ്ടുവരും. ജെന്റിൽനെസ്സും ജനറോസിറ്റിയും സിൻസിയറിറ്റിയും കമ്പാഷനും ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തപസ് എന്ന് പറയാൻ സാധിക്കും. തപശക്തി എന്ന് പറയും. അത് തപശക്തി വന്നിട്ട് ശപിച്ചു, ദേഷ്യത്തോട് നോക്കിയ പക്ഷി കരിഞ്ഞുപോയി, ഇങ്ങനെയുള്ള കുറെ കഥകളുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തില് ഈഗോന്റെ പ്രകടനങ്ങളാണ്. മനസ്സിന്റെ തപസ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തവ ഉച്ചതേ. സ്വാധ്യായം, എന്റെ ഉയർച്ചയ്ക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സംസാരിക്കുകയാണെങ്കിൽ, സത്യം പ്രിയഹിതം, ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ അതിന്റെ തപസ് എന്ന് പറയും, മനസ്സിന്റെ തപസ് എന്ന് പറയാൻ സാധിക്കും. എവിടെയൊക്കെ ഞാൻ ഡോമിനേറ്റ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ അത് തപസ്സിന്റെ മിസ്യൂട്ടിലൈസേഷൻ ആണ്. അതുകൊണ്ടാണ് സിദ്ധികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. അപ്പൊ വാക്കിന്റെ തപസ്സിനെ കുറിച്ചാണ് ലാലാജി മഹാരാജ് ഇവിടെ പറയുന്നത്. ഒരു തരത്തിലും പുറമേക്ക് പ്രകടനമില്ലാതെ, എന്റെ ഈഗോ മാനിഫെസ്റ്റ് ചെയ്യാതെ, എന്റെ സ്ഥാനം അവിടെ ഉറപ്പുവരുത്തണമെന്ന ചിന്തയില്ലാതെ ഹാർമണി കൊണ്ടുവരാൻ, ഭഗവാന്റെ ക്രിയേഷൻ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം മുമ്പേ ഇതിന് വാക്കിന്റെ തപസ് എന്ന് പറയാൻ സാധിക്കും. എപ്പോഴും ഹാർമണിക്ക് പ്രാധാന്യം നൽകണം എന്ന് ദാജി പറയുന്നുണ്ട്. അങ്ങനെയാണോ നമ്മൾ പെരുമാറുന്നത്? നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാവരിലും നന്മ വരാനാണോ, എല്ലാവരും സ്നേഹം വളരാനാണോ, എല്ലാവരിലും മാസ്റ്ററോടുള്ള ആ അട്രാക്ഷൻ കൂടാനാണോ, എല്ലാവരും ആധ്യാത്മിക ചിന്ത വളരാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? അതോ എന്റെ പോയിന്റ് പ്രൂവ് ചെയ്യാനാണോ? അവിടെ ഭഗവാനാണോ ഞാനാണോ പ്രകടമാണോ?
ഇത് നമ്മൾ ഇൻട്രോസ്പെക്ട്. അപ്പോൾ ലാലാജി മഹാരാജ് പറയുന്നത് ആദ്യം തന്നെ ആലോചിക്കണം, തിങ്ക് യുവർ സെൽഫ്, ഫേക്ക് ഇറ്റ് ടു മേക്ക് ഇറ്റ് എന്ന് പറയും. നമ്മൾ സ്വയം അങ്ങനെയാണ് എന്ന് സങ്കല്പിക്കുക. കോൺവെർസേഷൻ വിത്ത് ഗോഡ് പറയുന്നത് നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. നിങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന പൂർണ്ണത തന്നെയാണ്, സ്നേഹത്തിന്റെ ഉറവിടം തന്നെയാണ് എന്നുള്ള ആ ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ ആയിത്തീരണം. സ്റ്റാർട്ട് ബിഹേവിങ് ലൈക്ക് ദാറ്റ്. എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ചിന്തയല്ല, എൻ്റെ കയ്യിൽ ഉണ്ട്. ഈശ്വര ഈശ്വര തരൂ തരൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കയ്യിൽ ഉണ്ട്, എല്ലാ ഗിഫ്റ്റും എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങും, നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും, നമ്മളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് നമ്മളുടെ ഇവിടെയുള്ള ശരിക്കുള്ള ആക്ടിങ്. നമ്മൾ അഭിനയിക്കുന്നത് ഈശ്വരനെ പോലെ ആവാൻ, വെറും ഷോ അല്ല, അത് മനസ്സിന്റെ തപസ്സായിട്ട് മാറ്റണം എന്നാണ് ഇവിടെ ലാലാജി മഹാരാജ് പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിൽ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.